നേരത്തെ ഒരു വീഡിയോയിൽ എന്താണ് മേജർ കറൻസി എന്നും എന്താണ് മൈനർ കറൻസി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കറൻസി പെയർ, അത് മേജർ കറൻസി ആയിക്കോട്ടെ മൈനർ കറൻസി ആയിക്കോട്ടെ, അത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലെ വാച്ച് ലിസ്റ്റിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ MT4 ആണ് ഓപ്പൺ ആക്കുന്നത്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലോട്ട് പോവുക. അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കറൻസി പെയർസ് ഇങ്ങനെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കറൻസി പെയർസ് ആണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് നോക്കുക. ഈ പ്ലസ് ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. മേജർ കറൻസി, മൈനർ കറൻസി ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് മേജർ കറൻസി ജസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ GBP USD, ഞാൻ നിങ്ങൾക്ക് ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ കറൻസി അവിടെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ GBP USD ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ GBP USD വന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മൈനർ കറൻസിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ യൂറോ NSD ഇതുപോലെ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ സ്പോട്ട് മെറ്റൽസിൽ പോയാൽ ഗോൾഡ് സംഭവമുണ്ട്. അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ അത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇങ്ങനെ ഗോൾഡ്, യൂറോ NSD, GBP USD അങ്ങനെ ഞാനിപ്പോൾ പിന്നെ ആഡ് ലിസ്റ്റിലോട്ട് ആക്കിയ പെയർസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അതിനെ ജസ്റ്റ് പ്രസ് ചെയ്യുക, ചാർട്ട് എടുക്കുക, മാർക്കറ്റ് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ബൈ ആണോ സെല്ലാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡിംഗ് പൂർണ്ണമായിട്ട് പഠിക്കാണ്ട് റിയൽ അക്കൗണ്ടിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ കുറച്ച് നാൾ ഡെമോ അക്കൗണ്ട് യൂസ് ചെയ്ത് ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതുമാത്രമല്ല, ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക.